ഹലോ സ്റ്റുഡൻസ്, ഇജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് +2 ഇംഗ്ലീഷ് ചാപ്റ്റർ 7 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. റീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുക, വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വായിക്കുന്നതിനോടൊപ്പം നമ്മൾ ഏത് കോണ്ടെക്സ്റ്റാണോ വായിക്കുന്നത് അത് മനസ്സിലാക്കുക. അതാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് വരുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അവരുടെ ഈ ഒരു അധ്യയന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതിൽ മെയിനായിട്ടുള്ളൊരു ഘടകമാണ് സ്ട്രെസ് എന്ന് വരുന്നത്, അഥവാ മാനസിക പിരിമുറുക്കങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു പാസേജ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹോൾ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ബിഫോർ എക്സാമിനേഷൻ. ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സംഭവത്തിന് മുൻപേ. ഇവിടെ എക്സാമിനേഷനാണ് വരുന്നത്, അതായത് എക്സാമിന് മുൻപേ. ബിഫോർ എക്സാമിനേഷൻസ് മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ ട്രമൻഡസ് സ്ട്രെസ്. മെനി സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം സ്റ്റുഡൻസ് ആർ അണ്ടർ ട്രമൻഡസ് സ്ട്രെസ്. ട്രമൻഡസ് വിച്ച് മീൻസ് അതായത് അതിഗംഭീരമായിട്ടുള്ള എന്നൊക്കെ പറയും ട്രമൻഡസിന് മലയാളത്തിൽ. അപ്പോൾ കുറേ സ്റ്റുഡൻസ് അത്രയ്ക്കും ഗംഭീരമായിട്ട് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക പിരിമുറുക്കമാണ്. അതെല്ലാവർക്കും അറിയാമെന്നുണ്ട് അല്ലേ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വേർഡായിരിക്കാം ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് ലൈഫിൽ വൺസെങ്കിലും നേരിടാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഒരു അഡോളസെൻ്റ് ഏജിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് സ്ട്രെസ് ലെവലെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഒരു വലിയൊരു നീണ്ട യാത്ര തന്നെയായിരിക്കും. അപ്പം ഈ കുറേയധികം സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ഈ ഒരു ഗംഭീരമായിട്ടുള്ള സ്ട്രെസ് നേരിടുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദി സ്റ്റുഡൻസ്. പക്ഷേ ഇത് നോട്ട് ജസ്റ്റ് ദി സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ഈ ഒരു കുട്ടികൾക്ക് മാത്രമല്ല, നോട്ട് ജസ്റ്റ് ദി സ്റ്റുഡൻസ് ഹു ആർ സ്ട്രെസ്ഡ്. എന്താ, ഇവർ മാത്രമല്ല സ്ട്രെസ്സിൽ ഏർപ്പെടുന്നത്. ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ടു ഫേസ് ദി സെയിം സിറ്റുവേഷൻസ്. അതായത് എന്താണ്, ടീച്ചേഴ്സും പാരൻസും ഈ ഒരു സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ടീച്ചറിനും പാരൻസിനും എങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ് ലെവൽ എന്താണ് വരുന്നത്? അതായത് ഇപ്പം പഠിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ആ ഒരു ഹോൾ സ്കൂളിലെ മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ? അപ്പം എന്താണ്, അതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അവർക്ക് അക്കാഡമിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അതൊക്കെ ഈ ഒരു ടീച്ചേഴ്സിൻ്റെ കടമയാണ്. അപ്പോൾ അത് അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അത് ടീച്ചേഴ്സിൽ വരുന്നൊരു പിരിമുറുക്കത്തിന്, മാനസിക പിരിമുറുക്കത്തിന് വലിയൊരു കാരണമാണ്. ഇനി പാരൻസിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പാരൻസ് എങ്ങനെയാണ്, തൻ്റെ കുട്ടി നല്ല മാർക്ക് വാങ്ങുമോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുൻപിൽ അപമാനിതയാകുമോ, അങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പം ആ ഒരു പാരൻസിനും ഈ ഒരു കുട്ടി അനുഭവിക്കുന്ന അതേ സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പം ഈ ഒരു കറണ്ട് സെനറിയോയിൽ വെച്ച് നോക്കുന്നതാണ്, മെനി ഓഫ് ദ പാരൻസ് അവർ എന്താണ്, നല്ലൊരു കൂൾ ആറ്റിറ്റ്യൂഡ് വെക്കുന്നവരാണ്. അവരെ പഠിക്കട്ടെ, അവരുടെ ചോയ്സ്, അവർക്ക് അത്ര സ്ട്രെസ്സ് കൊടുക്കാത്തവരുമായിട്ടുണ്ട്. എന്നാൽ പലരും എന്താണ്, കുട്ടികൾക്ക് മേൽ അധിക എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ നോക്കുന്നതാണെങ്കിൽ സ്റ്റുഡൻസിനും പാരൻസിനും കൂടാതെ ടീച്ചേഴ്സിനും ഓവർ സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാര കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിഫോർ എക്സാമിനേഷൻ മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ ട്രമൻഡസ് സ്ട്രെസ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദി സ്റ്റുഡൻസ് ഹു ആർ സ്ട്രെസ്ഡ്. ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ടു ഫേസ് ദി സെയിം സിറ്റുവേഷൻ. ടു ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു സ്ട്രെസ്സിൽ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്ഡ്? ദറ്റ് ഈസ്, എന്തുകൊണ്ടാണ് പീപ്പിൾ, ദറ്റ് ഈസ് ജനങ്ങൾ, ഇങ്ങനെ സ്ട്രെസ് ആവാൻ കാരണം എന്താണ്?
അതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അവിടെ. എന്തുകൊണ്ടാണ് അവരിങ്ങനെ സ്ട്രെസ് ആവാൻ കാരണം? ദാറ്റ് ഈസ് adolescents are faced with the demands of their developmental task and that of a complex society. Adolescents എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാര പ്രായക്കാർ. ആർ ഫേസ്ഡ്, എക്സാക്ട് മലയാളം പറയുന്നതാണെങ്കിൽ ഫേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ അത് നമ്മളെന്താ മുഖം കൊടുക്കേണ്ടി വരിക എന്നൊക്കെ നന്നായിട്ട് പറയും അവർ മലയാളത്തിലേക്ക് അത്ര വരുന്നതാണെങ്കിൽ. അപ്പം അവർ ഈ ഒരു കൗമാരപ്രായക്കാർ എന്താണ് എന്തോ ഒന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് ദെയർ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആൻഡ് ദാറ്റ് ഓഫ് എ കോംപ്ലക്സ് സൊസൈറ്റി. കോംപ്ലക്സ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള സമൂഹം എന്നാണ്. അപ്പോൾ അതിൻ്റെ അത്ര അർത്ഥതലങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു കൗമാരപ്രായക്കാരിൽ അവർക്ക് അവരൊരു അഡൽഹുഡിലേക്ക്, അതായത് പ്രായപൂർത്തിയാവാൻ പോവുകയാണ്. കൂടാതെ അവർക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യണം അവരുടെ ഓരോ സ്കിൽസും. പലർക്കും പലതരത്തിലുള്ള സ്കിൽസ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഈ ഒരു സൊസൈറ്റിയിൽ നിന്നുള്ള പല കാര്യങ്ങളും ഇവരെ മെൻ്റലി സ്ട്രെസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പം എൻ്റെ സമപ്രായക്കാരായ ഒരു കുട്ടിയോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ അത്ര മികച്ചതായിട്ട് അവർക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ കമ്പാരിസൺ വരാറുണ്ട്. പാരൻസ് തന്നെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അവരുടെ മക്കളെ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് കമ്പാരിസൺ ചെയ്യും. അപ്പോൾ അത് വലിയൊരു ഹാമ്പറായിട്ട് അവിടെ ഒരു റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു മെൻ്റൽ എബിലിറ്റീനെ. അവർക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത്, അല്ലേ, നമ്മളെ കൊണ്ടത് പറ്റുമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ലൈൻസ് പറയുന്നത്. ദേ നീഡ് ടു അക്വയർ സ്കിൽസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു എമേർജ് ഇൻ ടു അഡൽട്ട്ഹുഡ് അൺഅഫക്റ്റഡ് ബൈ ദീസ് ഡിമാൻഡ്സ്. അൺഅഫക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യപ്പെടാതെ, അവരത് അഫക്റ്റ് ചെയ്യാതെ ഇരിക്കപ്പെടുന്നതിനാണ് അൺഅഫക്റ്റഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്ക് ഈ ഒരു പ്രായപൂർത്തിയാവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്, അത് ടീനേജ് കഴിഞ്ഞിട്ട് അപ് ടു ആ ഒരു 20+ ഏജിലേക്കൊക്കെ വരുന്ന ആ ഒരു ടൈമിലൊക്കെ ദേ നീഡ് ടു ഗുഡ് ജോബ്, പിന്നെ റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ ഫാമിലി ഒന്ന് സെറ്റപ്പ് ആവേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് അത് നേടിയെടുക്കണം, അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു സ്കിൽസൊക്കെ അക്വയർ ചെയ്യണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ജോബൊക്കെ കിട്ടത്തുള്ളൂ. എന്നിരുന്നാലും ഇങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് നേരിടുന്ന ഈ ഒരു സ്ട്രെസ്സ്, പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നേരിടുന്ന ഈ ഒരു സ്ട്രെസ്സ് കാരണം അവർക്ക് അവരുടെ ഈ ഒരു നല്ല രീതിയിലുള്ള വിജയം അവർക്ക് പ്രാപ്തമാവുന്നില്ല എന്നാണ് പറയുന്നത്. ദ നീഡ് ടു അക്വയർ സ്കിൽസ്. നീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമാണ്, അല്ലേ. നീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമാണ്. അവരുടെ സ്കിൽസൊക്കെ അക്വയർ ചെയ്യാനുള്ള, നേടിയെടുക്കാനുള്ള ആവശ്യകത അവർക്ക് ഈ ഒരു അഡോളസൻസിന് ഉണ്ട്. പക്ഷേ ഇത് ഈ ഒരു ഡിമാൻഡ്സ് തള്ളിക്കളയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇഫ് ദേ ലാക്ക് ദീസ് സ്കിൽസ് or if too many demands are made on them, they fail. അപ്പം ഈ ഒരു ലൈൻ പറയുന്നത് ഇഫ് ദേ ലാക്ക് ദീസ് സ്കിൽസ്. അപ്പോൾ അവർക്ക് ലാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതായി പോവുക, ലാക്ക് ചെയ്യുക ദീസ് സ്കിൽസ്. അപ്പം ഈ ഒരു സ്കില്ലൊക്കെ അവരിൽ നിന്ന് ഇല്ലാതായി പോവുക, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെയാണ് ഈ ഒരു സ്കിൽസൊക്കെ നഷ്ടപ്പെടുന്നത്. ദാറ്റ് ഈസ് നമുക്ക് കൂടുതൽ സ്ട്രെസ്സ്, പിരിമുറുക്കങ്ങൾ വരുമ്പോഴാണ്. നോർമലി ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ബോൺ ചെയ്യുന്ന ടൈമിൽ തന്നെ അവർക്ക് സം സ്കിൽസ് ഉണ്ടാവും. ചിലർക്ക് ആർട്ടിലോട് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലർ ഭയങ്കര ആക്റ്റീവായിരിക്കും ഇങ്ങനെ അക്കാഡമിക്സിലൊക്കെ. അപ്പം ആ ഒരു സ്കിൽസ് അതിനൊക്കെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഡിമാൻഡ്സ്, പാരൻസ് വെക്കുന്ന ഡിമാൻഡ്സ്, ടീച്ചേഴ്സ് വെക്കുന്ന ഡിമാൻഡ്സ്, കൂടാതെ സമപ്രായക്കാരോട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിമാൻഡ്സൊക്കെ അവരെ പരാജയത്തിൻ്റെ വഴിയിലേക്ക്, പരാജയം വിച്ച് മീൻസ് ഇറ്റ്സ് എ ഫെയിൽ, ദ ഫെയിൽ. അപ്പം അവർ എവിടെയാണ്? ആ ഒരു പരാജയത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ ഒരു സ്റ്റുഡൻസിനെ കൊണ്ടെത്തിക്കുന്നത്. സ്റ്റുഡൻസ് ആർ ആങ്ഷ്യസ്
സ്റ്റുഡൻസ് ആർ ആങ്ഷ്യസ്. ആങ്ഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്കണ്ഠ എന്നൊക്കെ പറയും. കൂടുതൽ ഉത്കണ്ഠാഭരിതരാണ് സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആസ് ദേ ആർ വറീഡ് അബൌട്ട് വെദർ ദേ വുഡ് ബി ഏബിൾ ടു ലിവ് അപ്പ് ടു ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ദിയർ പിയേഴ്സ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതായത് ഇവിടെ സ്റ്റുഡൻസ് ഉത്കണ്ഠരാണ്. അവർ എന്താണ് വെറി ചെയ്യുന്നുണ്ട്, എന്താണ് ദുഃഖിക്കുന്നുണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെടുന്നുണ്ട്. അബൌട്ട് വെദർ ദേ വുഡ് ബി ഏബിൾ ടു ലിവ് അപ്പ് ടു ദ എക്സ്പെക്റ്റേഷൻ. അതായത് ഇവരെന്തിനാണ് ഇവിടെ കൂടുതൽ ഉത്കണ്ഠയാവുന്നത് അല്ലെങ്കിൽ വെറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം നമ്മൾ പഠിക്കുമ്പോഴും പാരൻസ് പലപ്പോഴായിട്ട് നമ്മളോട് പറയുന്ന കാര്യമാണല്ലേ, നിന്നെ ഒരു ഡോക്ടറാക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ടാവും. കാരണം മുൻപേ അവരുടെ ജീവിതത്തിൽ പറ്റാത്തത് നമ്മളാൽ, അവരുടെ മക്കളാൽ നേടിയെടുക്കണം എന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ ഇത് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അവിടെ നമുക്ക് എന്താണ് ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും. നമുക്ക് നമ്മുടെ അച്ഛനോ അമ്മയോ വിചാരിച്ചിരിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും ഈ ഒരു മക്കളുടെ ഉള്ളിലുണ്ടാവുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, വെദർ ദേ വുഡ് ബി ഏബിൾ ടു ലിവ് അപ്പ് ടു ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദെയർ പിയേഴ്സ്. പിയേഴ്സ് എന്ന് വെച്ചാൽ സമപ്രായക്കാർ. അതായത് ഒന്നെങ്കിൽ സമപ്രായക്കാരായ കുട്ടികളുടെ ആ ഒരു ലെവലിലേക്ക് എത്തപ്പെടാനോ, അല്ലെങ്കിൽ പാരൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെയും നമ്മുടെ ടീച്ചേഴ്സിൻ്റെയോ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ എന്നെക്കൊണ്ടാകുമോ എന്നൊരു വെറി ആർക്കുണ്ടാവും, സ്റ്റുഡൻസ് ഈ ഒരു അഡോളസൻസിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. ഒപ്റ്റിമൽ ആങ്സൈറ്റി മോട്ടിവേറ്റ്സ് ആൻഡ് കീപ്സ് ദം അഹെഡ് വൈൽ ഓവർ ആങ്സൈറ്റി ഈസ് ഡിസേബിളിങ്. അതായത് ഒപ്റ്റിമൽ ആങ്സൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമലായിട്ടുള്ള, അതായത് ഒരു ചെറിയൊരു ഉത്കണ്ഠ, ചെറിയ രീതിയിലുള്ള ആ ഒരു ഉത്കണ്ഠ. എന്തായാലും നമുക്കിപ്പം എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് ചെറിയൊരു ഉത്കണ്ഠ ഉണ്ടെങ്കിൽ അത് നോർമലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പം എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഇത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രചോദിപ്പിക്കും. ആൻഡ് കീപ്സ് ദം അഹെഡ്, അത് നമ്മളെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും. കാരണം ഒരു ചെറിയൊരു പേടിയെങ്കിലും നമുക്ക് വേണം, അല്ലെങ്കിൽ ജസ്റ്റ് കൂൾ ആൻഡ് ലെറ്റ് ദം ഗോ. അങ്ങനെയാണെങ്കിൽ വരെ ചിലർക്ക് അത് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും, ചിലർക്ക് ചെറിയൊരു ഉത്കണ്ഠ മതി. അത് വെച്ചിട്ട് അവരെന്താണ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ആങ്സൈറ്റി, അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉള്ളവർ, അതാണ് ഓവർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അവരിൽ എന്താണ്, അവർ തീർച്ചയായിട്ടും ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്, ഡിസേബിളിങ്. അതെന്താ, അവരെ കൊണ്ട് അത് പറ്റത്തില്ല, ആ ഒരു കാര്യത്തെ ചെയ്യാൻ പറ്റാതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഈ ഒരു പാര ഞാൻ പറയാം. ഇഫ് ദേ ലാക്ക് ദീസ് സ്കിൽസ് ഓർ ഇഫ് ടു മെനി ഡിമാൻഡ്സ് ആർ മെയ്ഡ് ഓൺ ദം ദേ ഫെയിൽ. അതായത് കൂടുതലും ഡിമാൻഡ്സ് ഈ ഒരു സ്റ്റുഡൻസിൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് എത്തും. Students are anxious as they are worried about whether they would be able to live up to the expectation of their peers, parents and teachers. അതായത് നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത് എപ്പോഴും ഈ ഒരു സ്റ്റുഡൻസ് ഉത്കണ്ഠയിലാണ്. അതായത് നമ്മുടെ പാരൻസോ കൂടാതെ പിയേഴ്സ്, സമപ്രായക്കാരായുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സോ വിചാരിക്കുന്ന ലെവലിലേക്ക് നമ്മളെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള ആ ഒരു പേടി എന്തായാലും ഈ ഒരു കുട്ടികളിൽ ഉണ്ടാവുന്നതാണ്. ഒപ്റ്റിമൽ ആങ്സൈറ്റി മോട്ടിവേറ്റ്സ് ആൻഡ് കീപ്സ് ദം അഹെഡ് വൈൽ ഓവർ ആങ്സൈറ്റി ഈസ് ഡിസേബിളിങ്. അതായത് ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠ അവരെ മുന്നോട്ട് തന്നെ നയിക്കുകയും എന്നാൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അവരെ അതിൽ നിന്ന് പരാജയത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്, ഡിസേബിളിങ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പാര നോക്കാം. Anxiety is contagious and passes on to other students. Contagious എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതെന്താണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഇപ്പം കൊറോണ ഒക്കെ പകരുന്നുണ്ടല്ലോ, അത് ഒരു പകർച്ചവ്യാധിയാണല്ലോ. ലൈക്ക് ആ ഒരു കണ്ടേജിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരുന്നത്. അപ്പം ഈ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്ന ഓതർ, ദറ്റ് ഈസ് കണ്ടേജിയസ് ആണ്, പകരുന്ന ഒരു സംഭവമാണ്. ആൻഡ് പാസസ് ഓൺ അതർ സ്റ്റുഡൻസ്, അത്
പകരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആർക്കാണ് പകരുന്നത്? ബാക്കിയുള്ള സ്റ്റുഡൻസിന്, ബാക്കിയുള്ള വിദ്യാർത്ഥികളിലേക്കും ഇത് പകരുന്നുണ്ട്. ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്, എന്താണ്, സ്റ്റുഡൻസ് മാത്രമല്ല ടീച്ചേഴ്സും ഉണ്ട് അതിൽ, പാരൻസിലേക്കും ഈ ഒരു ആൻസൈറ്റി ലെവൽ ഇങ്ങനെ ഇത് കണ്ടേജിയസ് ആയിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. Adolescents, when stressed out, tend to perceive everything as an emergency. Adolescents which means that is എന്താണ്, കൗമാര പ്രായക്കാർ അല്ലേ. വെൻ സ്ട്രെസ്ഡ് ഔട്ട്, അവർ കൂടുതലും സ്ട്രെസ്സിൽ അകപ്പെടുന്നതാണെങ്കിൽ, മാനസിക പിരിമുറുക്കത്തിലാണെങ്കിൽ, ടെൻ ടു പെർസീവ് എവറിത്തിങ് ആസ് എൻ എമർജൻസി. പെർസീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്നത്, ലൈക്ക് എന്താണ്, എല്ലാ കാര്യങ്ങളെയും അവർ എന്ത് രീതിയിലായിരിക്കും, എന്തോ അടിയന്തരമായിട്ട് നടക്കുന്ന ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നായിരിക്കും. ഉത്കണ്ഠ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ, എന്ത് കാര്യം നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് അത് വല്ലാത്തൊരു വെപ്രാളം, ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഈ ഒരു ലൈൻസ് പറഞ്ഞിട്ടുള്ളൂ. Adolescents, when stressed out, tend to perceive everything as an emergency. Next line നോക്കാം. Some of the reason for increase in stress level are identity crisis, the need to make career-oriented decisions, teachers and parents' attitude, and peer pressure. അതായത് ഇനിയുള്ള നെക്സ്റ്റ് ലൈൻ പറയുന്നത് സം ഓഫ് ദ റീസൺ ഫോർ ഇൻക്രീസ്. സം ഓഫ് ദ റീസൺ, ചില റീസൺസ് ഇതിന് ഈ ഒരു ആൻസൈറ്റി കൂടാനുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവാനുള്ളൊരു ചില റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടാൻ. അപ്പം ഈ ഒരു ചില കാര്യങ്ങൾ, ഈ ഒരു സ്ട്രെസ്സ് കൂടാനുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ വരുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ ആരാന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മളിപ്പം പാരൻസ് ഇപ്പം നമ്മളെ കമ്പയർ ചെയ്യുമല്ലോ, എന്താണ്, അവനെ കണ്ടുപിടിക്കുക, ഇവളെ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യും. അപ്പം നമ്മളുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവാത്തൊരു ടൈം വരും നമുക്കത്. അല്ലെങ്കിൽ കൂടുതലും എല്ലാവരും എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, വൈ എനിക്കതിന് പറ്റുന്നില്ല, അവരെ പോലെയുള്ളൊരു സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് വരുന്നത്, പക്ഷേ എന്താണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂട്ടാനുള്ള ചില കാര്യങ്ങളിൽ ഫസ്റ്റ് വൺ വരുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് ദ നീഡ് ടു മേക്ക് കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻസ്. അതായത് ഈ ഒരു നമ്മുടെ കൗമാര പ്രായ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഏതാണ് വരുന്നത്, നമുക്ക് കുറച്ച് അഡൽട്ട്ഹുഡ് ആണല്ലേ വരുന്നത്, നമ്മുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞു, പിന്നെ നമുക്ക് നമ്മുടെ ജോബ്, അങ്ങനെ ഒന്ന് ഫാമിലി സെറ്റപ്പ് ചെയ്യണം നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു അഡോളസൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് വേണം, പിന്നെ ഫാമിലി സെറ്റപ്പ് ചെയ്യണം, ആ ഒരു ഡിസിഷൻസ് എല്ലാം എടുക്കാനുള്ള ടൈം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയ്യോ ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് സ്ട്രെസ്സ് വരാം. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തേത് നോക്കാം, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പിയർ പ്രഷർ. ടീച്ചേഴ്സ് ആൻഡ് പാരൻ്റ് ആറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ടീച്ചേഴ്സും പാരൻസും നമ്മളെ വഴക്കറിയും അല്ലേ. ചിലർ മാത്രമേ നമ്മളെ സൈഡിൽ നിന്നിട്ടത് മനസ്സിലാക്കിയെടുത്ത് വീണ്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്തിക്കുന്നുള്ളൂ. പലപ്പോഴായിട്ട് ഇപ്പം കുറച്ചും കൂടെ നമ്മുടെ സൊസൈറ്റി മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് മുൻപൊക്കെ ആണെങ്കിൽ ഈ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് അത്ര വലിയ ശരിയായിരുന്നില്ല. എന്തുകൊണ്ട് എപ്പോഴും കമ്പയറിങ് അതേഴ്സ് അല്ലേ, നമ്മളെപ്പോഴും ബാക്കിയുള്ള സ്റ്റുഡൻസായിട്ട് അല്ലെ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് അവരുടെ മക്കളെ അവർ കമ്പയർ ചെയ്യും. അപ്പോൾ അതെന്താണ്, അതൊരു മെൻ്റൽ സ്ട്രെസ്സ് അവരുടെ മക്കളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതാണ്. കൂടാതെ നമ്മുടെ കൂടെ പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് എനിക്കില്ല, അതായത് ഒരു ബെഞ്ചിലിരിക്കുന്ന 3 പേരുണ്ടെങ്കിൽ 2 പേർക്ക് നല്ല മാർക്ക്, പക്ഷേ എനിക്ക് അത്രത്തോളം മാർക്കില്ല. അപ്പം ഇതിപ്പം പാരൻസ് പറയാതെയും ടീച്ചേഴ്സ് പറയാതെ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ, ഇവിടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണെങ്കിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ നാലാമത്തെ ആ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഒന്നും കൂടെ പറയാം,
നമ്മുടെ സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ടൈമിൽ സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ചെയ്യപ്പെടാം. ഇനി ടീച്ചേഴ്സും പാരൻസും കൂടാതെ പിയറും കൊടുക്കുന്ന പ്രഷർ വഴി അല്ലേ, അത് നമുക്ക് ഡയറക്റ്റായിട്ടും പ്രഷർ കൊടുക്കും, ചിലർ ഇൻഡയറക്റ്റായിട്ടും പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. The inability to communicate with parents also plays a major role. അതായത് എന്താണ്, പാരൻസുമായിട്ട് ഒരു പരിധിവരെ നമ്മൾ നല്ല കൂട്ടാണെങ്കിൽ നമുക്ക് തുറന്ന് പറയാം എനിക്ക് ഇങ്ങനെ ഈ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ അതിന് കഴിയാതെ വരിക, അതാണ് ഇന്നബിലിറ്റി. നമുക്ക് അതിനുള്ള കഴിവില്ലാതെ വരുന്നതിനാണ് ഇന്നബിലിറ്റി എന്ന് പറയുന്നത്. ഇന്നബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സംസാരിക്കുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ടും പാരൻസുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുക, നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുക. അതാണ് അത്തരം പ്രശ്നങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് വേറൊരു പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്, അവിടെയും ഒരു സ്ട്രെസ് ലെവൽ നമുക്ക് കൂടാം. അതാണ് ഇതിൻ്റെ ഒരു മേജർ റോളായിട്ട് വരുന്നത്. നെക്സ്റ്റ് പാര നോക്കുന്നതാണെങ്കിൽ ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഗുഡ് ബ്രെയിൻ. എന്താണ് ഗുഡ് മെമ്മറി? നല്ല മെമ്മറി അല്ലേ, നല്ല ബുദ്ധി ഡിപ്പെൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അപ്പോൾ ഗുഡ് ബ്രെയിന്. നല്ല ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് അയാളുടെ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വർക്കിംഗ് ആണ് അല്ലേ. നോർമൽ ഒരു ഇതിൽ ലോജിക്കിൽ നോക്കുന്നതാണെങ്കിൽ നല്ല ബ്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. The brain needs a good supply of oxygen, glucose, calcium, phosphorus and iron. അതായത് നമുക്കറിയാം ബയോളജി സ്റ്റുഡൻസ് ഒക്കെയാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ബയോളജി പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നീഡ് എന്ന് വെച്ചാൽ ബ്രെയിനിന് ആവശ്യമാണ് എന്താണ്, ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ. ഗുഡ് നല്ല രീതിയിൽ സപ്ലൈ ഓഫ് ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൊടുക്കണം അല്ലേ. അത് എന്ത് പ്രൊവൈഡ് ചെയ്യണം, നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ കൊടുക്കണം. കൂടാതെ ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എടുക്കണം അല്ലേ. അപ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിന് നല്ല രീതിയിൽ ഹെൽത്തി ബ്രെയിനായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ മെമ്മറി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡായിരിക്കും. സോ മേക്ക് ഷുവർ യു സിറ്റ് ഇൻ എ വെൽ വെന്റിലേറ്റഡ് പ്ലേസ് വെൻ സ്റ്റഡിയിങ്. സോ മേക്ക് ഷുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എപ്പോഴും ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് രീതിയിലാണ്? സിറ്റ് ഇൻ എ വെന്റിലേറ്റഡ് പ്ലേസ് വെൻ സ്റ്റഡിയിങ്. എപ്പോഴും പഠിക്കുമ്പോൾ, സ്റ്റഡിയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ വെന്റിലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായു സഞ്ചാരം അധികമുള്ള, വായു കടന്നു കഴിഞ്ഞാലാണല്ലോ നല്ല ഓക്സിജനേറ്റഡ് റൂം ആണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മളിപ്പം ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബ്രെയിനിൻ്റെ ഗുഡ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ അത്യാവശ്യമാണ്. അപ്പോൾ വായു സഞ്ചാരമുള്ള ഒരു മുറിയിൽ വെച്ച് പഠിക്കുമ്പം നന്നായിട്ട് മെമ്മറിയിലേക്ക് അത് നമ്മൾ പഠിക്കുന്നത് എന്താണോ അത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മേക്ക് ഷുവർ വെന്റിലേറ്റഡ് പ്ലേസ് വെൻ സ്റ്റഡിയിങ്. Second thing, your diet should include milk, cheese, walnuts, wheat germ, green leafy vegetables, ragi and dates. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡയറ്റിലാണെങ്കിൽ ഷുഡ് ഇൻക്ലൂഡ് മിൽക്ക്. നമ്മുടെ ആ ഒരു കഴിക്കുന്ന ഭക്ഷണത്തിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, മിൽക്ക് യൂസ് ചെയ്യണം. പിന്നെ കൂടാതെ എന്താണ്, ചീസ്, വാൾനട്ട്സ്, വീറ്റ് ജാം, ലീഫി വെജിറ്റബിൾസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് ബ്രെയിൻ ഫങ്ഷന് വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദി ബ്രെയിൻ ഫുഡ്. അതായത് നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. മോർണിംഗ്, പിന്നെ എന്താണ് ആഫ്റ്റർനൂൺ കഴിക്കുന്നത്, രാത്രിയായാലും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ അല്ലാതെ ഇടയ്ക്ക് പല സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനം രാവിലത്തെ ഭക്ഷണമാണ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ.
അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം വേറെ എന്ത് കഴിച്ചിട്ടും പിന്നീട് കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, അത് ഒരിക്കലും മറക്കാൻ, ഡു നോട്ട് ഫോർഗെറ്റ്, മറക്കാൻ പറ്റില്ല. ഫോർഗെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കരുത്, ഡു നോട്ട് ഫോർഗെറ്റ് എന്നാണ്. ഡു നോട്ട് ഫോർഗെറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദി ബ്രെയിൻ ഫുഡ്. പിന്നെ ഫാറ്റി മീൽസ്, ഷുഗർ ആൻഡ് ആസിഡ്സ് ടേക്ക് അവേ കാൽഷ്യം ഫ്രം ദി സിസ്റ്റം. എന്താണ് ഫാറ്റി മീൽസ്, ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള മീൽസൊക്കെ. പിന്നാണെങ്കിൽ ഷുഗർ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ, അത് എന്താണ് പോയിസണസ് ആണ് നമ്മുടെ ബോഡിക്ക് ശരിക്കും അത്. പിന്നെ ആസിഡ്സ് എന്താണ് നമ്മുടെ എല്ലിലെ കാൽഷ്യത്തിനെ എടുത്തു കളയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. ഡയറ്റ്സ് റിച്ച് ഇൻ ഫൈബർ ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹാവ് ടു റെഡ്യൂസ് സ്ട്രെസ്സ്. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്രൂട്ട്സ് അല്ലേ, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ്, ഇതൊക്കെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നുണ്ട്. Good concentration is important to improve the memory. അതായത് എന്താണ് കോൺസെൻട്രേഷൻ അല്ലേ, നമ്മൾ ഒന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. ഇതിനാണ് ഗുഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇസ് ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനമാണ്. ടു ഇംപ്രൂവ്, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നമുക്ക് എന്താണ് മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ എന്താണ് നമ്മുടെ ഈ ഒരു കോൺസെൻട്രേഷന് സഹായിക്കുന്നുണ്ട്. ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ് വാട്ട് വൺ ഹാസ് ലേൺ ഇസ് ഹെൽപ്ഫുൾ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ലേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക, ആൻഡ് മെമ്മറൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ഓർമ്മിച്ചെടുക്കുക. ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ്, അത് മെമ്മറൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയെടുത്തതിന് ശേഷമാണ് അത് ഓർമ്മിക്കേണ്ടത്. നമ്മൾ എന്താണോ മനസ്സിലാക്കിയത് അത് ഓർക്കണം. ആൻഡ് റീകോളിംഗ് വാട്ട് വൺ ഹാസ് ലേൺഡ് ഈസ് ഹെൽപ്ഫുൾ. അതായത് നമ്മൾ പഠിച്ച കാര്യം ഇന്ന് പഠിച്ചതാണെങ്കിൽ അത് നാളെ നമ്മൾ തീർച്ചയായിട്ടും അതൊന്നും കൂടെ ഓർത്തെടുക്കേണ്ടതാണ്. അത് റീകോൾ ചെയ്യാന്ന് പറയുന്നതിന്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓർഗനൈസിങ് ആൻഡ് ഫ്രെയിമിങ് ആൻഡ് ലോജിക് റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓർഗനൈസിങ് ഫ്രെയിമിങ് ലോജിക്കൽ റിലേഷൻഷിപ്പിന് നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ ഒരു പഠിച്ച കാര്യത്തെ നമ്മൾ എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കാം. ലോജിക്കലി റിലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ സ്ട്രക്ചേർഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ പഠനത്തെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. മാസ്റ്ററി നോട്ട് ജസ്റ്റ് ഓഫ് ദി കോണ്ടൻറ്റ് ഓഫ് ദി സബ്ജക്റ്റ്. മാസ്റ്ററി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൽ ഏറ്റവും അഗ്രഗണ്യനാവുക എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിലെ അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് മാത്രം വെച്ചിട്ടല്ല നമ്മൾ അതിലേക്ക് എന്താണ് കൂടുതലായിട്ട് അഗ്രഗണ്യനാവേണ്ടത്. പക്ഷേ ഓൾസോ ദി പ്രോസസ് ഓഫ് ആൻസറിങ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൽ എന്താണോ കണ്ടൻറ്റ് ഉള്ളത് അത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൽ ഈ ഒരു പാർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. അതല്ല ഒരു വ്യക്തിയെ അഗ്രഗണ്യനാക്കുന്നത്. മറിച്ച് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ആൻസർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയുന്നത്, ദാറ്റ് ഈസ് ആൻസർ ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിലുള്ള ഏതെങ്കിലും ഭാഗത്തു നിന്ന് തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പോഴാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം നല്ല രീതിയിൽ പഠിച്ചെന്ന് പറയുന്നത്. ആൻസൈറ്റി ആൻഡ് ഫിയർ ഹാമ്പർ റീകോൾ ആൻഡ് റിസൾട്ട് ഇൻ എ മെൻ്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു സെൻറ്റൻസ് വേർഡ്സ് നോക്കട്ടോ. ആൻസൈറ്റി ആൻഡ് ഫിയർ. ആൻസൈറ്റി എന്ന് വെച്ചാൽ ഉത്കണ്ഠ, ഫിയർ പേടിയാണ് അല്ലേ. നമുക്ക് എക്സാമിനേഷൻ്റെ തലേ ദിവസമൊക്കെ നല്ല പേടിയൊക്കെ ഉണ്ടാവും, ഉത്കണ്ഠയും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കുന്നത്, ഹാമ്പർ ചെയ്യുക, തടഞ്ഞു വെക്കുക. റീകോൾ ആൻഡ്, അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ ഒരു പേടി കാരണം നമുക്ക് എന്താണ് റീകോൾ ചെയ്യാം, നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥ വരും. ആൻഡ് റിസൾട്ട് ഇൻ എ മെൻ്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ചില കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പം ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്ന ആ ഒരു ടൈമിൽ പഠിച്ചതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇതിന് കാരണം എന്താണ്, നമ്മളുടെ ഉള്ളിലുള്ള ആങ്സൈറ്റിയും അതിൻ്റെ പേടിയും കാരണമാണ് നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റാതിരുന്നത്.
അപ്പോൾ അതാണ് ഈ ഒരു ലൈനിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം കുഡ് ലോവർ അക്കാഡമിക് പെർഫോമൻസ്. അതായത് വാച്ചിങ് ടെലിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി കാണുന്നത് എന്താണ്, ടി വി അമിതമായിട്ട് കാണുന്നത്, ലോങ് ടൈം കുറേ അധിക ടൈമിലേക്ക് കാണുന്നത് എന്താണ്, ലോവർ അക്കാഡമിക് പെർഫോമൻസ്. നമ്മൾ കൂടുതൽ അതിലായിരിക്കും മുഴുകുന്നത്, പഠിക്കാൻ സമയം കണ്ടെത്തില്ല. അപ്പോൾ നമ്മുടെ അക്കാഡമിക്സ് പെർഫോമൻസ് എന്തായിരിക്കും, അത് കുറയ്ക്കുന്നുണ്ട്. ലോവർ ചെയ്യുകയെന്ന് വെച്ചാൽ കുറയ്ക്കാം. ഇറ്റ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റീലല്ല കേട്ടോ. സ്റ്റീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷ്ടിക്കപ്പെടുക അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്നാണ്. സ്റ്റീൽസ് അവേ ദി റീഡിങ് ടൈം. അപ്പോൾ എന്താണ്, കൂടുതൽ നേരത്തേക്ക് നമ്മൾ ടി വി കാണുന്നതാണെങ്കിൽ ബാക്കിയുള്ള ടൈം ബാക്കിയുള്ള സമയം നമുക്ക് വിനിയോഗിക്കാൻ പറ്റത്തില്ല. കൂടുതൽ നേരം ടി വി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കഴിയുമോ? ഇല്ല, നമ്മൾ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റീഡിങ് ടൈമിനെ, വായിക്കാനുള്ള സമയത്തെ ആര് മോഷ്ടിക്കുന്നു? ഈ ഒരു ടെലിവിഷൻ മോഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ടൈം മാനേജ്മെൻറ്റ് ഈസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എവിടെ നിന്നിട്ടാണ് തുടങ്ങുന്നത്? സെൽഫ് ഡിസിപ്ലിന്. നമുക്കൊരു സെൽഫായിട്ടുള്ളൊരു ഡിസിപ്ലിൻ, ചിട്ടവട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലും ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ടൈം മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. എങ്ങനെയാണ് ഈ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈമിൽ കൂടെയാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ഈ ഒരു ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം എന്ന് നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. ഫിൽഡ് ടൈം ഈസ് ദി ടൈം സ്പെൻഡ് സ്ലീപ്പിംഗ്, ബാത്തിങ്, ഈറ്റിംഗ്, ഡ്രസ്സിങ് ആൻഡ് അറ്റൻഡിങ് സ്കൂൾ. അപ്പം ഫിൽഡ് ടൈമും ഉണ്ട്, അൺഫിൽഡ് ടൈമും ഉണ്ട്. ഫിൽഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടൈം സ്പെൻഡ്, നമ്മൾ ചിലവഴിക്കുന്ന സമയം എന്തിനൊക്കെ വേണ്ടിയിട്ട്? സ്ലീപ്പ് ചെയ്യാൻ, ഉറങ്ങാൻ വേണ്ടിയിട്ട്, കുളിക്കാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പം ഈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് അറ്റൻഡിങ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ നമ്മൾ ചിലവഴിക്കുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ ഫിൽഡ് ടൈം എന്ന് പറയുന്നത്. ഇനി എ സ്റ്റുഡൻറ്റ് ഹാസ് എ 10 hours ഓഫ് അൺഫിൽഡ് ടൈം. ഇനി എന്താ നെക്സ്റ്റ് ലൈന് പറയുന്നത് നോക്കൂ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ, ഒരു വിദ്യാർത്ഥിക്ക് ഹാസ് 10 hours ഓഫ് അൺഫിൽഡ് ടൈം. എന്താണ് അൺഫിൽഡ് ടൈമായിട്ട്? അതായത് നമ്മൾ കുളിക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി ഒരു 10 മണിക്കൂറോളം ഒരു വിദ്യാർത്ഥിക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ഹൗ ബെസ്റ്റ് ഈസ് ദി സ്റ്റുഡൻറ്റ് ഗോയിങ് ടു യൂട്ടിലൈസ് ദീസ്? മേക്ക് എ ടൈം ടേബിൾ ഫോർ ദ 10 hours. അപ്പോൾ എങ്ങനെയാണ് ഹൗ ബെസ്റ്റ്, എങ്ങനെയാണ്, എത്ര നല്ല രീതിയിലാണ് ഒരു സ്റ്റുഡൻറ്റിന് ഗോയിങ് ടു യൂട്ടിലൈസ് ഈ ഒരു സമയത്തെ, ഒരു 10 hours വരുന്ന ഈ ഒരു അൺഫിൽഡ് ടൈമിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? മേക്ക് എ ടൈം ടേബിൾ ഫോർ ദ 10 hours. അപ്പോൾ ആ ഒരു 10 മണിക്കൂറിലേക്ക് ഒരു ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അൺഫിൽഡ് 10 മണിക്കൂർ വരുന്ന ഈ ഒരു അൺഫിൽഡ് ടൈമിനെ നമ്മൾ ടൈം ടേബിൾ വെച്ചിട്ട് ഒരു സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അതിനെ യൂട്ടിലൈസ് ചെയ്യാം. 7 to 8 hours of sleep is necessary for optimal physical rest and brain functioning. അപ്പോൾ ഓർക്കുക, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, 7 മുതൽ 8 വരെ, 7 to 8, അതായത് 7-8 hours സ്ലീപ്പ് എന്തായാലും അത്യാവശ്യം നെസസറി. അതായത് ഒരു 7 മുതൽ 7 അല്ലെങ്കിൽ 8 മണിക്കൂറോളം, 7 to 8 hours എന്തായിരിക്കണം, നമ്മൾ ഉറങ്ങിയിരിക്കണം. ഒരു അഡോളസെൻസിലുള്ളവർ, അപ്പോൾ കുറച്ചും കൂടി അധികം പ്രായക്കാർക്ക് കുറച്ചൊരു 6 hours അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാം. പക്ഷേ എന്നാലും ഈ ഒരു കൗമാരപ്രായക്കാരായ വ്യക്തികളും അഡൽട്ട്ഹുഡിലേക്ക് പോകുന്നവരും ഉണ്ടല്ലോ, അവർക്ക് മിനിമം ഒരു 7 മുതൽ 8 വരെ മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒപ്റ്റിമൽ ഫിസിക്കൽ റെസ്റ്റ്, നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ആണെങ്കിൽ ബ്രെയിൻ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും. നല്ല രീതിയിൽ ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിലും നമുക്ക് മസ്റ്റായിട്ടും സ്ലീപ്പ് വേണം. സ്ലീപ്പ് ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പെരുമാറാൻ കഴിയില്ല. എ പോസിറ്റീവ് തോട്ട് ഈസ് ദ സീഡ് ഓഫ് എ പോസിറ്റീവ് റിസൾട്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആൻസറാണ് ദ സീഡ് ഓഫ് എ പോസിറ്റീവ് റിസൾട്ട്.
അപ്പം പോസിറ്റീവ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് റിസൾട്ടിൻ്റെ വിത്താണ്. വിത്ത് എന്ന് സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എന്നാണ് കേട്ടോ. അപ്പം ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തുണ്ടായിരിക്കണം, നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടായിരിക്കണം. അപ്പം അവർക്ക് മാത്രമേ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവൂ. ഓൾവേസ് ഫീൽ പോസിറ്റീവ്, ദിസ് വിൽ ഹെൽപ്പ് ടു ലെസൺ സ്ട്രെസ്. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ദിസ് വിൽ ഹെൽപ്പ് ടു, നമ്മളത് എന്തിനു സഹായിക്കുന്നു, ടു ലെസൺ സ്ട്രെസ് നമ്മുടെ ആ ഒരു മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ഒരു പോസിറ്റീവ് ചിന്താഗതി നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇഫ് എ സ്റ്റുഡൻറ്റ് ഹാസ് എ സിംറ്റംസ് ഓഫ് ആങ്സൈറ്റി ഓർ ഡിപ്രഷൻ, സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. ഇഫ് എ സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ സിംറ്റംസ് അതിൻ്റെ എന്താണ് ആ കാര്യങ്ങൾ കാണിക്കുന്നതാണെങ്കിൽ, ഒരു ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ടെന്ന് അത് കാണിക്കുന്നതാണെങ്കിൽ എന്താക്കണം, സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. എന്തായിട്ട് അത്യാവശ്യമായിട്ട് നമ്മൾ മെഡിക്കൽ ഹെൽപ്പ്, ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ആ ഒരു ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും നമ്മളത് മെഡിക്കൽ ഹെൽപ്പിലേക്ക് ആ ഒരു ആങ്സൈറ്റി ഡിപ്രഷനുള്ള സ്റ്റുഡൻറ്റിനെ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ചെറിയൊരു പാസേജാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് അർത്ഥങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഒരു PDF അയച്ചിരുന്നായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഓരോന്ന് എന്താണെന്ന് നോക്കാം. സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക പിരിമുറുക്കാണ്. പിന്നെ അഡോളസൻസ്, കൗമാരപ്രായത്തിലുള്ള ആൾക്കാരെയാണ് അഡോളസൻ്റ് എന്ന് പറയുന്നത്. അൺഅഫക്റ്റഡ്, ബാധിക്കപ്പെടാത്ത. ഡിമാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശപ്പെടലാണ്. ആങ്ഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്കണ്ഠാജനകമായിട്ടുള്ള. കണ്ടേജിയസ്, പകർന്നു പിടിക്കുന്ന അർത്ഥം വരുന്നത്. പിന്നെ ഇന്നബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. റിഫ്രഷിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്മേഷദായകമായിട്ടുള്ളതാണ്. റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുറയ്ക്കുന്ന. പിന്നെ അലോക്കേറ്റ് ചെയ്യുക, വിനിയോഗിക്കുക. റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനചര്യയാണ്. പിന്നെ ഡിപ്രഷൻ വരുന്നത് മാനസിക തളർച്ച, മാനസികമായിട്ട് നമ്മൾ തളരുന്ന ആ ഒരു സ്റ്റേജാണ് ഡിപ്രഷൻ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ നോക്കാം. സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. നമ്മളോട് പറയുന്നത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ, ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ ട്രൂ ആണ്, ശരിയായിട്ടുള്ളത് ഏതാണ്, തെറ്റായിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ദി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അത് കറക്റ്റായിട്ട് പറയാൻ വേണമെന്ന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓൺലി സ്റ്റുഡൻസ് ഗെറ്റ് സ്ട്രെസ്ഡ് ബിഫോർ എക്സാമിനേഷൻ. ഓൺലി സ്റ്റുഡൻസ് മാത്രം ആണ് ഗെറ്റ് സ്ട്രെസ്ഡ് ബിഫോർ ദ എക്സാമിനേഷൻ. എക്സാമിനേഷന് മുൻപേ, ബിഫോർ എന്ന് വെച്ചാൽ മുൻപേ, എക്സാമിനേഷന് മുൻപേ സ്റ്റുഡൻസ് മാത്രമാണ് സ്ട്രെസ് അനുഭവപ്പെടുന്നതെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ആണോ, ശരിയാണോ അത്? അല്ല അല്ലേ. നമ്മുടെ ഈ ഒരു പാസേജ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സും പാരൻസും കൂടെ ടു ഫേസ് ദാറ്റ് സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഫോൾസ് എന്ന് എഴുതാം. എന്താണ്, അവർ മാത്രമല്ല ചെയ്യുന്നത് അല്ലേ, അവരുടെ കൂടെ പാരൻസും ടീച്ചേഴ്സും കൂടെ ഈ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫെയിലിയർ ടു കോപ്പ് വിത്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഈസ് വൺ ഓഫ് ദ സോഴ്സ് ഓഫ് സ്ട്രെസ് ഫോർ അഡോളസൻസ്. എന്താണ് ഫെയിലിയർ ടു കോപ്പ് വിത്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക്? ഒരു നമ്മുടെ മാനസിക വളർച്ചയിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വരുന്നത്, അതിൻ്റെ ഉറവിടം. സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറവിടം. ഫെയിലിയർ ചെയ്യാന്ന് വെച്ചാൽ പരാജിതമാവുക. കോപ്പ് വിത്ത് ഡെവലപ്മെൻറ്റ് ടാസ്ക്, ആ ഒരു ഡെവലപ്മെൻറ്റ് ടാസ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്, അതാണ് കോപ്പ് വിത്ത് ഡെവലപ്മെൻറ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫെയിലിയർ ടു കോപ്പ് വിത്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആസ് വൺ ഓഫ് ദ സോഴ്സ് ഓഫ് സ്ട്രെസ് ഫോർ അഡോളസൻസ്. അതായത് ആ ഒരു ഡെവലപ്മെൻറ്റ് ടാസ്കിലേക്ക് മാനസികമായി അല്ലെങ്കിൽ നമ്മുടെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അതിൻ്റെ ഒരു പരാജയത്തിന് കാരണം, അതിൻ്റെ ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരപ്രായക്കാരിലെ സ്ട്രെസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണല്ലേ. തീർച്ചയായിട്ടും സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ്, ഈ ഒരു സ്ട്രെസ്സിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ടൈമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്.
നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ പേഴ്സൺ ഷുഡ് ലീഡ് എ ടോട്ടലി സ്ട്രെസ് ഫ്രീ ലൈഫ്. എ പേഴ്സൺ ഷുഡ് ലീഡ് എ ടോട്ടലി സ്ട്രെസ് ഫ്രീ ലൈഫ്. സ്ട്രെസ് ഫ്രീ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിരിമുറുക്കമില്ലാത്ത ജീവിതം ആണ് സ്ട്രെസ് ഫ്രീ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പേഴ്സണ് എന്താണ് ഇങ്ങനെ മാനസിക പിരിമുറുക്കമില്ലാത്ത ഒരു ലൈഫ് നയിക്കാൻ, ലീഡ് ചെയ്യാന്ന് വെച്ചാൽ നയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ശരിയാണ്, ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആർക്കായാലും മാനസികമായിട്ട് തളരാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതായത് ഉണ്ടാവില്ല എന്നല്ല, അതെന്തായാലും അതിനെ ഫേസ് ചെയ്യും നമ്മൾ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോൾസ് ആണ് അല്ലേ. സർട്ടൻ സിറ്റുവേഷന് മേ ബി നമ്മളത് ഫേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. യു ക്യാൻ റെഡ്യൂസ് സ്ട്രെസ് ബൈ ഷെയറിങ് യുവർ ഫീലിങ്സ് വിത്ത് പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ഫോർത്ത് പോയിന്റ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്സ്, റെഡ്യൂസ് സ്ട്രെസ്സ് എങ്ങനെ കുറയ്ക്കാം, റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കാം. ബൈ ഷെയറിങ് യുവർ ഫീലിങ്സ്. ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയില്ല എല്ലാവർക്കും. നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുന്നതിലൂടെ. ആർക്കാണ് ഷെയർ ചെയ്യുന്നത്? വിത്ത് പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനോടെയും പാരൻസിലൂടെയും നമ്മൾ നമ്മുടെ ഈ ഒരു സ്ട്രെസ്സ് അത് തുറന്ന് പറയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു കാര്യം തുറന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാം. അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അപ്പോൾ അത് ട്രൂ ആണ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോപ്റ്റിംഗ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് എക്സാമിനേഷൻ ഫീവർ. ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലേ, പേടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭയം, ഈ എക്സാമിനേഷനോടുള്ള ഭയം എന്താണ്, എങ്ങനെ കുറക്കാമെന്നാണ് പറയുന്നത്? അഡോപ്റ്റിംഗ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ്. അതായത് നമ്മളൊരു ടൈം ടേബിൾ ഒക്കെ കറക്റ്റ് ചെയ്തും കൊണ്ട് നമുക്ക് ആ ഒരു എക്സാമിനേഷൻ ഫീവർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതും ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് മെൻ്റൽ ബ്ലോക്ക് ഹാപ്പൻ ഡ്യൂറിങ് എക്സാമിനേഷൻ? ഹൗ ഡസ് മെൻ്റൽ ബ്ലോക്ക് ഹാപ്പൻ ഡ്യൂറിങ് എക്സാമിനേഷൻ? എങ്ങനെയാണ് നമുക്ക് മെൻ്റൽ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആ ഒരു സ്ട്രെസ്സിനാണ് ഉദ്ദേശിക്കുന്നത്. മെൻ്റൽ സ്ട്രെസ്സ്, ആ ഒരു സ്ട്രെസ് എങ്ങനെയാണ് എക്സാമിനേഷൻ്റെ ടൈമിൽ ഉണ്ടാകുന്നതെന്നാണ്. എങ്ങനെ ആയിരിക്കും ആ ഒരു എക്സാമിനേഷൻ്റെ ടൈമിൽ മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാവുന്നത്? അതായത് നമ്മൾ നേരത്തെ ഒരു ലൈൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ആങ്സൈറ്റിയും ഫിയറും ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു PDF കണ്ടു കഴിഞ്ഞാൽ ഹിയർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആങ്സൈറ്റി ആൻഡ് ഫിയർ ഹാമ്പർ റീകോൾ ആൻഡ് റിസൾട്ട് ഇൻ എ മെൻ്റൽ ബ്ലോക്ക്. അപ്പോൾ എന്താണ് ആങ്സൈറ്റിയും ഫിയറും ആണല്ലേ ആ ഒരു മെൻ്റൽ ബ്ലോക്കിന് കാരണമാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എക്സാമിനേഷൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തെ. ഇനി ഹൗ ഡസ് ദി റൈറ്റർ ഹെൽപ്സ് ദി സ്റ്റുഡൻസ് ടു മാനേജ് ദംസെൽഫ്? അപ്പം റൈറ്റർ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്നത്? ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു മാനേജ് ദംസെൽഫ്. എങ്ങനെയൊക്കെ ഇത് ചെയ്യാമെന്നാണ് റൈറ്റർ പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ച് ടിപ്സ് കൊടുക്കുന്നുണ്ടല്ലേ ഈ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അതായത് ടെലിവിഷൻ കാണരുതെന്നും, പിന്നെ നല്ല ഡയറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കണമെന്നും, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പ്രോപ്പർ മെൻ്റൽ ആൻഡ് ബ്രെയിൻ ഫങ്ഷനിങ്ങിന് അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ദി പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ? അപ്പോൾ എന്താണ് ബ്രെയിനിൻ്റെ പ്രോപ്പർ ഫങ്ഷനിന് എന്താണ് ഏറ്റവും കൂടുതൽ റിക്വയർ ആയിട്ടുള്ളത്? അതായത് ഒരു 7 to 8 hours സ്ലീപ്പ് നെസസറി ആണല്ലേ. സ്ലീപ്പ് ഇസ് നെസസറി ഫോർ ഒപ്റ്റിമൽ ഫിസിക്കൽ റെസ്റ്റ് ആൻഡ് ബ്രെയിൻ ഫങ്ഷനിങ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലൈനും നേരത്തെ പാസേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൗ ക്യാൻ വി അച്ചീവ് പോസിറ്റീവ് റിസൾട്ട്? എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? ദറ്റ് ഈസ് പോസിറ്റീവ് തോട്ടുള്ള ഒരാൾക്ക് മാത്രമേ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇനി 6th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഷുഡ് ദി സ്റ്റുഡൻറ്റ് യൂട്ടിലൈസ് അൺഫിൽഡ് ടൈം? അൺഫിൽഡ് ടൈമിനെ എങ്ങനെയായിരിക്കണം സ്റ്റുഡൻസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്? ഇപ്പോൾ നേരത്തെ ആ ഒരു പാസേജിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 10 hours ആണ് നമുക്ക് അൺഫിൽഡ് ടൈം ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 10 hours എങ്ങനെയാണ് നമ്മൾ മേക്ക് എ ടൈം ടേബിൾ ഫോർ സ്റ്റഡി അല്ലേ? നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു
10 hours അൺഫിൽഡ് ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതൊന്ന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ഇൻഡിവിജ്വൽ റെസ്പോൺസ് നിങ്ങൾക്ക് തന്നെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈ ഒരു PDF തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ അവർക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചാപ്റ്റർ വരുന്നത്. താങ്ക് യു. ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.